അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ സദസ്സലങ്കോലപ്പെടുത്തണമെന്നോ മറ്റു ഒരു ഉദ്ദേശത്തോടു കൂടല്ല. രണ്ട് ചോദ്യങ്ങളാണ് എനിക്ക് ചോദിക്കേണ്ടത്. പക്ഷെ ഒരു ചോദ്യം ചോദിച്ച് മറ്റുള്ളവർക്ക് ഞാൻ വിട്ടുകൊടുക്കുന്നു. അല്ല, രണ്ടും ചോദിച്ചോളി. ഓക്കെ. പിന്നെ ഇസ്ലാമിൽ അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്ബാഉർ റസൂൽ തലമറക്കൽ സുന്നത്താണോ അല്ലേ എന്നൊരു ചോദ്യം. അങ്ങനെ അത് സുന്നത്താണെങ്കിൽ നിങ്ങളെ പണ്ഡിതന്മാരുടെ തലയിൽ ഒരാളുടെ തലയിൽ തൊപ്പിയാണല്ല, അത് അനുവദീയമാണോ അല്ലേ ഒന്ന്. രണ്ടാമത്തത്, ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞ് 4-ാം മാസമാകുമ്പോൾ അവളുടെ ഗർഭശാലയത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല റബ്ബ് ഒരു മലക്കിനോട് റൂഹിനൂതി കൊടുക്കാൻ പറഞ്ഞു. ആ മലക്കിന്റെ പേരെന്താണ്? അതും കൂടെ അറിഞ്ഞാൽ മതി. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ പേര് ഹസൻ. ഞാൻ ഈ തെങ്ങൽ മഹലിലെ ഒരു ആളാണ്, ഒരു മെമ്പറാണ്. പിന്നെ എന്റെ വാപ്പ വലയങ്കോട് അള്ളാഹു താങ്കൾക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. വളരെ ഹൃദ്യമായി ആത്മാർത്ഥമായ ഒരു ചോദ്യം. അൽഹംദുലില്ലാഹ്, ഇത്തരം ചോദ്യങ്ങളാണ് നാം പ്രതീക്ഷിക്കുന്നത്. കൃത്യമായി എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ, എന്തുകൊണ്ട് ഇങ്ങനെ, എന്തുകൊണ്ട് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് ഇത് സ്വീകരിക്കുന്നില്ല എന്ന് അറിയാൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തിലുള്ള ചോദ്യം. അൽഹംദുലില്ലാഹ്, അത്തരം ചോദ്യങ്ങളാണ് നമുക്ക് ആവശ്യം. ഏതായിരുന്നാലും രണ്ട് കാര്യമാണ് ഇവിടെ കാരണവർ സൂചിപ്പിച്ചത്. ഒന്നാമതായി തലമറക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തലമറക്കാനായി കൽപ്പിച്ചതോ നിർദ്ദേശിച്ചതോ ആയ സ്വഹീഹായ ഹദീസുകൾ ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് അത് ദീനിൽ ഒരു സുന്നത്തായി പറയാൻ നമുക്ക് വകുപ്പില്ല. എന്നാൽ അനുവദനീയമായ വേഷമാണ്, ഹലാലാണ്. നമ്മൾ കുപ്പായം ധരിക്കുന്നു, തുണി ഉടുക്കുന്നു, പാൻറ് ധരിക്കുന്നു. അതേപോലെ നമ്മൾ ചില ആളുകൾ തോട്ടുമുണ്ട് തോളിടുന്നു, ചില ആളുകൾ തലമറക്കുന്നു. അനുവദനീയമായ വേഷങ്ങളിൽപ്പെട്ട ഒരു വേഷമാണ് തലമറക്കൽ. അല്ലാതെ അത് സുന്നത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകമായ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായി സ്വീകാര്യയോഗ്യമായ വഴിയിൽ കിട്ടിയിട്ടില്ല. എന്നാൽ പിൽക്കാലത്ത് വ്യാജമായി പല ആളുകളും അത് ഹദീസ് നിർമ്മിച്ച് പ്രചരിപ്പിച്ചിട്ടുണ്ട്. മിക്കവാറും ഹദീസുകൾ മൗദൂ ആണ്, നിർമ്മിതികളാണ്. ഉദാഹരണമായി പിൽക്കാലത്ത് ഉണ്ടാക്കിയ ഹദീസിൽപ്പെട്ടതാണ് അൽ ഫർഖു ബൈനൽ കാഫിരി വൽ മുസ്ലിമി അൽ അമാമത്തു ഫൗഖൽ ഖലൻസുവ. ഒരു മുസ്ലിമും ഒരു അമുസ്ലിമും തമ്മിലുള്ള വ്യത്യാസം തൊപ്പിയുടെ മുകളിൽ തലയിക്കെട്ട് കെട്ടലാണ് എന്ന് പറഞ്ഞാൽ, മുസ്ലിം തൊപ്പിയിട്ട് അതിന് മേലെ കെട്ടും, അല്ലാത്തവൻ തൊപ്പിയിടാതെ തലയിക്കെട്ട് കെട്ടും. ഇതാണ് വ്യത്യാസം എന്നൊരു ഹദീസ്. അത് ഹദീസല്ല, പിൽക്കാലത്ത് ആരോ ഉണ്ടാക്കി റസൂല പറഞ്ഞു എന്നും പറഞ്ഞ് പ്രചരിപ്പിച്ചതാണ്. അതേപോലെ ഇന്നല്ലാഹു വ മലായികത്തുഹു യുസല്ലൂന അലാ സാഹിബിൽ അമാഇം, അല്ലാഹും അവന്റെ മലക്കുകളും തലപ്പാവ് ധരിച്ച ആളുകൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അത് ഏതോ തലയിക്കെട്ടിന് കച്ചവടക്കാരൻ ഉണ്ടാക്കി പ്രചരിപ്പിച്ചതാണ്. അതുപോലെ സ്വലാത്തിൻ ബി അമാമ ഖൈറുൻ മിൻ അൽഫി സ്വലാത്തിൻ ബിലാ അമാമ, തലപ്പാവുള്ള ഒരു നമസ്കാരം തലപ്പാവില്ലാത്ത 1000 നമസ്കാരത്തേക്കാൾ പുണ്യമാകുന്നു. വജുമുഅത്തുൻ ബി അമാമ ഖൈറുൻ മിൻ 70 അൽഫി ജുമുഅത്തിൻ ബിലാ അമാമ, തലപ്പാവുള്ള ഒരു ജുമുഅ തലപ്പാവില്ലാത്ത 70,000 ജുമുഅയേക്കാൾ പുണ്യമാകുന്നു. ഇതൊക്കെ പിൽക്കാലത്ത് വ്യാജമായി പ്രചരിപ്പിക്കപ്പെട്ട മൗദൂഉകളും അതേപോലെ ദുർബലങ്ങളുമായ റിപ്പോർട്ടുകളിൽ മാത്രം വന്നതാണ്. സ്വഹീഹായ സ്വീകാര്യയോഗ്യമായ വഴിയിൽ തലപ്പാവിന്റെ മഹത്വം പറയാനോ തല മറക്കുന്നതിന്റെ പോലീസ പറയാനോ അത് പ്രേരിപ്പിക്കാനോ ഉള്ള വചനങ്ങൾ ഹബീബായ റസൂലിൽ നിന്ന് നമുക്കിതുവരെ സ്വഹീഹായി ഉദ്ധരിക്കപ്പെട്ടതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതേസമയം അള്ളാഹുവിന്റെ റസൂലിന്റെ നാട്ടിലെ ഒരു പൊതുവേഷമാണ്. ആ കൂട്ടത്തിൽ നബിയും അത് സ്വീകരിച്ചിട്ടുണ്ട്. അത് നബി ആകുന്നതിന് മുമ്പുമുണ്ട്, നബി ആയതിനു ശേഷവുമുണ്ട്. മക്കത്ത് എല്ലാവരും അത് സ്വീകരിച്ച വേഷമായിരുന്നു. നബിക്ക് മാത്രമല്ല, അവിടുത്തെ മുഅ്മിനീങ്ങൾക്ക് മാത്രമല്ല, സഹാബിമാർക്ക് മാത്രമല്ല, ആ നാട്ടുകാരുടെ വേഷമായി അവർ തലയിൽ ഒരു മുണ്ടിടാറുണ്ട് ആ കാലഘട്ടത്തിൽ. ഇക്കാലത്ത് അറബികൾ ഒരു മുണ്ടിടും, അതിന് മേലെ പിന്നെ വട്ടും ഇടും. അത് ആ നാട്ടിലെ ആചാരമാണ്. നമ്മുടെ നാട്ടിൽ കാലങ്ങളായി നമ്മൾ തുണി ഉടുക്കുന്നു, അതേപോലെ കുപ്പായം ധരിക്കുന്നു. ഉത്തരേന്ത്യക്ക് പോയി കഴിഞ്ഞാൽ അവർ ജുബ്ബയും പൈജാമയും ധരിക്കുന്നു. അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ അവർ പാൻറ്റും സമാനമായതും സ്വീകരിക്കുന്നു. അത് ഓരോ നാട്ടിലെ വേഷം. അപ്പൊ ആ നാട്ടിലെ വേഷം എന്തോ അതവർക്ക് സ്വീകരിക്കാം, ശരീഅത്തിന് എതിരല്ലെങ്കിൽ, ഇസ്ലാമിന് വിരുദ്ധമല്ലെങ്കിൽ ആ നാട്ടിലെ ആദത്തായ അവിടുത്തെ സമ്പ്രദായമായ വേഷം അവർക്ക് സ്വീകരിക്കാം. എന്നാൽ അനുവദനീയമായ വേഷമാണ്
എന്നർത്ഥം, അല്ല സുന്നത്താണ് എന്നോ അതിന് പ്രത്യേകമായ മഹത്വമുണ്ട് എന്നോ പറയാൻ സ്വീകാര്യയോഗ്യമായ വഴിയിൽ അള്ളാഹു റസൂൽ പഠിപ്പിച്ചതായി നമുക്ക് എവിടെയും കാണാൻ സാധിക്കുന്നില്ല. അല്ലാഹു അഅലം. രണ്ടാമത്തെ കാര്യം അദ്ദേഹം ചോദിച്ചത് റൂഹ് മലക്ക്. ഹദീസിൽ ഒരു മലക്കിനെ പറഞ്ഞയക്കും എന്ന് മാത്രമേ ഹദീസിൽ വന്നിട്ടുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസാണ്, സഹീഹാണ്. 4 മാസം ഗർഭാശയത്തിൽ പ്രായമായി കഴിഞ്ഞാൽ മലക്ക് വരുമെന്നും റൂഹ് ഊതുമെന്നും അതേപോലെ അവന്റെ റിസ്ക്, അവന്റെ ആയുസ്, അവൻ സഈദാണോ സഖീയാണോ, വിജയിച്ചവനാണോ പരാജയനാണോ എന്നൊക്കെ രേഖപ്പെടുത്തുമെന്നൊക്കെയുള്ള ഹദീസ് സഹീഹാണ്, സ്ഥിരപ്പെട്ടതാണ്. പക്ഷേ ഫയുർസലു മലക്കുൻ, ഒരു മലക്ക് അയക്കപ്പെടും എന്നേ ആ ഹദീസിന്റെ വാചകത്തിൽ വന്നിട്ടുള്ളൂ. മലക്കിന്റെ പേര് നബി തങ്ങൾ പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് അള്ളാഹുവോ റസൂലോ പറയാതെ ഒരു മലക്കിന്റെ പേര് നമുക്ക് കിട്ടാൻ നിർവാഹവുമില്ല. നമ്മൾ സംബന്ധിച്ച് അത് അന്വേഷിച്ചറിയേണ്ട ആവശ്യമില്ല. നമുക്ക് അറിയാൻ ആവശ്യമുള്ളതാണെങ്കിൽ അള്ളാഹും റസൂലും പഠിപ്പിച്ചരും. അല്ലാത്തത് നമ്മൾ പിന്നാലെ പോയി അന്വേഷിച്ച് അതിന്റെ പേര് കിട്ടാൻ വേണ്ടി തെരഞ്ഞു പിടിച്ചറിഞ്ഞിട്ട് പേര് മനസ്സിലായിട്ട് പ്രത്യേകിച്ചൊന്നും ഒരു കാര്യവുമില്ല. എന്നാൽ ആ വിഷയം സത്യമാണ്, ഹദീസിൽ വന്നതാണ്, സ്വഹീഹാണ്, വിശ്വസിക്കൽ നിർബന്ധമാണ്. പക്ഷെ പേര് ഹദീസിൽ പരാമർശിക്കപ്പെട്ടതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അല്ലാഹു അഅലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനമുള്ള ഇവിടെ സ്റ്റേജിൽ അണിനിരന്നിട്ടുള്ള മുജാഹിദ് പണ്ഡിതന്മാർ, ഈ പരിപാടി ശ്രവിക്കുന്ന നല്ലവരായ പ്രവർത്തകന്മാർ, എനിക്ക് ചോദിക്കാനുള്ളത് നേരത്തെ ഫൈസൽ മൗലവി പറഞ്ഞ ആ ചോദ്യത്തിനോട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. തലപ്പാവ് അല്ലെങ്കിൽ തലമറക്കുക എന്ന വിഷയത്തിന്റെ ആധികാരികമായ ഫിഖിഹിന്റെ ഹുക്മ് എന്താണ് എന്ന് പറഞ്ഞാൽ, തലപ്പാവ് ധരിക്കൽ ഹറാമോ അല്ലെങ്കിൽ കറാഹത്തോ അല്ലെങ്കിൽ വാജിബോ സുന്നത്തോ, ഇതിന്റെ ആധികാരികമായ ഹുക്മ് എന്താണെന്ന് പറഞ്ഞാൽ നന്നായിരുന്നു എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. എന്റെ പേര് സിറാജുദ്ദീൻ എന്നാണ്. ഈ ഉള്ള പ്രവർത്തകന്മാരിൽ ഭൂരിപക്ഷം ആളുകളും എന്നെ അറിയാവുന്ന ആളുകളുമാണ്. എന്റെ നാട് ഈ അടുത്ത പന്താവൂരാണ്. അതിന് ഹുക്മ് ഞാൻ വിശദീകരിച്ചു കഴിഞ്ഞു. അനുവദനീയമാണ്, മുബാഹാണ് എന്ന് പറഞ്ഞു. ഇനി അതിനപ്പുറത്തേക്ക് സുന്നത്തോ വാജിബോ ഒക്കെ ആകണമെങ്കിൽ അതിന് പ്രത്യേകം തെളിവ് ആവശ്യമുണ്ട്. ആ തെളിവ് ഇല്ലാത്തത്തോളം കാലം അസ്ല് കുല്ലി ഷൈഇൻ അൽ ഇബാഹ, എല്ലാത്തിന്റെയും അസ്ല് ഇബാഹത്താണ് എന്ന തത്വപ്രകാരം, കായിക പ്രകാരം അത് അനുവദനീയമായ വേഷമാണ്, ജായിസാണ്. അതുകൊണ്ടാണ് നേരത്തെയുള്ള മറുപടി ഞാൻ പറഞ്ഞത് അനുവദനീയമായ വേഷമാണ് എന്ന് പറഞ്ഞത്. അതേസമയം പ്രവാചകരുടെ വേഷമാണ്, അത് പ്രവാചകൻ തന്റെ നാട്ടിലെ സമ്പ്രദായം എന്ന നിലയ്ക്ക് ചെയ്തതാണ്. ആ നിലയ്ക്കൊക്കെ സ്വീകരിക്കാം, തിരഞ്ഞെടുക്കാം. അതിന് വിരോധമില്ല, ഹറാമല്ല, കറാഹത്തല്ല, ഒന്നുമല്ല. അത് അനുവദനീയമായ വേഷമാണ്. ശരി, ബാക്കി ചോദിച്ചു. അപ്പോ കേവലം ഒരു ജായിസാണ് എന്നാണോ പറയുന്നത്? അല്ലാതെ ജായിസ് എന്ന് പറയുന്ന പദം സാധാരണഗതിയിൽ കിതാബുകളിലൊക്കെ കാണുന്നത് കറാഹത്തിനെ കുറിച്ചും സുന്നത്തിനെ കുറിച്ചും വാജിബിനെ കുറിച്ചും ശാമിലാക്കുന്ന ഒരു പദമാണ് ജായിസ്. അതുകൊണ്ട് ജായിസ് എന്ന് പറയുന്നത് ഒരു മുസ്തറക്കായ പദമായതുകൊണ്ട് അത് കേവലം ഹുക്മാണ് എന്ന് പറയാൻ പറ്റില്ല. ഹുക്മ് എന്ന് പറഞ്ഞാൽ അത് സുന്നത്താണ് എന്നോ അല്ലെങ്കിൽ വാജിബാണ് എന്നോ അല്ലെങ്കിൽ കറാഹത്താണ് എന്നോ ഇങ്ങനെ ഏതെങ്കിലും ഉൾപ്പെടേണ്ടി വരും. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വേഷമാണ് തലപ്പാവ്, അത് അവിടെ അറബികളുടെ വേഷമായതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ധരിച്ചു എന്ന് പറയുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റേ ഷോളർ മറക്കുന്ന ഡ്രസ്സും അതുപോലെ തന്നെ ഔറത്ത് മറക്കുന്ന ഡ്രസ്സും അതൊക്കെ അതിൽപ്പെട്ടു. പക്ഷേ തലപ്പാവ് ധരിക്കുന്നവർക്ക് പ്രത്യേകമായ ബറക്കത്ത് കൊണ്ടും റഹ്മത്ത് കൊണ്ടും മറ്റു പല ഗുണങ്ങൾ കൊണ്ടും പ്രാർത്ഥിച്ചു എന്ന് നേരത്തെ ഫൈസൽ ഉസ്താദ് ഇവിടെ പറയുകയും ചെയ്തു. അപ്പോൾ രണ്ടും തമ്മിൽ ചാറുവാവില്ലേ എന്നാണ് എന്റെ അടുത്ത ചോദ്യം. ഇല്ല, ഞാൻ പറയുന്നത് കേട്ടില്ല. അങ്ങനെ മഹത്വം ഉണ്ടെന്ന് പറയാൻ തെളിവില്ല എന്നാണ്. മഹത്വമുണ്ട് പറയാൻ തെളിവില്ല. പിന്നെ ജായിസ് എന്ന ഹുക്മല്ല എന്നുള്ളത് ശരിയല്ല. അഹ്കാമു തക്ലീഫിയ എന്ന് പറഞ്ഞാൽ 5 ആണ്. അഹ്കാമു തക്ലീഫിയ അത് 4 തൊലബുണ്ട്, 1 തഖീറാണ്. തൊലബുള്ളത് വാജിബ്, മന്ദൂബ്, അതേപോലെ ഹറാമ്, കറാഹത്ത്, ഈ 4 തൊലബുള്ളത്. 5ാമത്തെ തഖീർ, അതാണ് അഹ്കാമു തക്ലീഫിയ. അപ്പൊ അഹ്കാമു തക്ലീഫിയ 5 ആണ്. ആ 5ൽപ്പെട്ട ഒന്നാണ് ജായിസ്. അവിടെ ജായിസ് എന്ന ഹുക്മല്ല എന്ന് നിങ്ങൾ പറഞ്ഞത് ശരിയായില്ല. അത് ഏതടിസ്ഥാനത്തിൽ പറഞ്ഞു എന്ന് എനിക്കറിയില്ല. 5 ഹുക്മാണ് ഫിഖ്ഹിൽ പഠിപ്പിക്കപ്പെട്ടത്. അതിൽ ഒരു ഹുക്മാണ് ജായിസ് അല്ലെങ്കിൽ മുബാഹ്.
എന്നൊക്കെ പറയപ്പെടുന്നു. ഇബാഹത്ത് എന്നോ മുബാഹ് എന്നോ ജായിസ് എന്നോ ജവാസ് എന്നോ ഒക്കെ ഇനി ഹലാല് എന്നോ ഒക്കെയുള്ള വ്യത്യസ്തങ്ങളായ പദങ്ങളിൽ പ്രയോഗിക്കപ്പെടുന്ന ഇബാഹത്ത് ജവാസ് അത് ഹുക്കുമാണ്, അഹ്കാമു തക്ലീഫിൽപ്പെട്ട ഒന്നാണ്. അത് ഉസൂൽ ഫിഖിന്റെ എല്ലാ കിതാബിലും തർക്കമില്ലാതെ പഠിപ്പിക്കപ്പെട്ട നിങ്ങൾക്ക് അറിയാലോ. പിന്നെ എന്തുകൊണ്ട് നിങ്ങളത് ഹുക്കുമല്ല എന്ന് പറഞ്ഞു എനിക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് അത് തഖീറാണ്. ത്വലബ് അവിടെ ഇല്ല, തഖീറാണ്. ത്വലബ് ഉണ്ടാകണമെങ്കിൽ തെളിവ് ആവശ്യമുണ്ട്. അങ്ങനെ തെളിവില്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ തലപ്പാവ് ധരിച്ചത് കുറെ ബർക്കത്തുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ പിൽക്കാലത്തിലെ ആളുകൾ വ്യാജമായ ഹദീത്ത് ഉണ്ടാക്കി അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അത് ശരിയല്ല എന്നാണ് പറഞ്ഞത്. മൗദൂഅോ ലഈഫോ ആയ റിപ്പോർട്ടുകളെ അങ്ങനെ വന്നിട്ടുള്ളൂ, സ്വഹിയായ റിപ്പോർട്ടിലില്ല. പിന്നെ സുഹൃത്തിന്റെ ഒരു സംശയം, അങ്ങനെയാണെങ്കിൽ ഔറത്ത് മറക്കലും അതേപോലെ നബിയുടെ മറ്റു വേഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ ആ നാട്ടിൽ ആചാരമായി പറഞ്ഞുകൂടെ എന്ന അല്ല, പറയാൻ പറ്റില്ല. അതിലെല്ലാം തെളിവ് വന്നു. ഏതിലെല്ലാം? പുരുഷനാണെങ്കിൽ പൊക്കിൾ മുതൽ മുട്ട് വരെ മറക്കണം, വ്യക്തമായ ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടു. വെള്ള വസ്ത്രം സുന്നത്താണ്, പ്രത്യേകമായ ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടു. അതേപോലെ ധരിക്കുമ്പോൾ ആദ്യം വലതുഭാഗം കൊണ്ട് ധരിക്കണം, ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടു. എല്ലാം സ്വഹീഹായ ഹദീസാണ്. അഴിക്കുമ്പോഴുള്ള മര്യാദ അതേപോലെ ധരിക്കുമ്പോഴുള്ള മര്യാദ രണ്ടും പഠിപ്പിക്കപ്പെട്ടു. അതുകൊണ്ട് അത് വെറും ആദത്തിൽ നിൽക്കുന്നില്ല. അങ്ങനെ പഠിപ്പിക്കപ്പെടാത്തത് ആദത്തിൽ നിൽക്കുന്നു. നബി ചുവന്ന കുപ്പായം വിട്ടു എന്ന ഹദീസിലുണ്ട്. പക്ഷെ അത് സുന്നത്താണോ? അല്ല, അത് ആദത്തായി ചെയ്തതാണ്. കാരണം അതൊരു മാതൃകയായി കാണിച്ചതോ ചെയ്യാൻ പഠിപ്പിച്ചതോ അല്ല. എന്നതുപോലെ നബി തങ്ങൾ നീളക്കുപ്പായം ധരിച്ചു എന്ന ഹദീസിലുണ്ട്. എങ്ങനെ പഠിപ്പിക്കപ്പെട്ടു? നമ്മോട് ചെയ്യാൻ പ്രേരിപ്പിച്ചതല്ല. നബിയുടെ പ്രവർത്തനങ്ങളെ പല രൂപത്തിൽ കാണാമല്ലോ. നബിയുടെ പ്രവർത്തനങ്ങൾ മൊത്തത്തിൽ രണ്ടാക്കി തിരിക്കാം. അഫ്ആലുൻ നബി, നബിയുടെ പ്രവർത്തനങ്ങൾ രണ്ടാക്കി തിരിക്കാം. ഒന്ന്, ഒരു ഇബാദത്തിന്റെ ഭാഗമായി, ഖുർബത്ത് വത്വാഅയുടെ ഭാഗമായി അവിടുന്ന് ചെയ്തത്. രണ്ട്, അതല്ലാതെ നബിയുടെ ജിബില്ലത്തുൽ ബസരിയ, ത്വബീഅത്തുൽ ബസരിയ, മനുഷ്യ പ്രകൃതത്തിന്റെ ഭാഗമായോ അല്ലെങ്കിൽ ആദത്തിന്റെ ഭാഗമായോ ചെയ്തത്. അതാണ് നബിയുടെ പ്രവർത്തനം. രണ്ട്, ഇനി ഇബാദത്തിന്റെ ഭാഗമായി ശറഇന്റെ ഭാഗമായി ചെയ്ത കാര്യങ്ങൾ തന്നെ രണ്ട് രൂപത്തിൽ വരാം. ഒന്ന് നബിക്ക് മാത്രമുള്ളത്, നമുക്കത് ബാധകമല്ല. ഉദാഹരണം, നോമ്പ്, വിസാല് നോമ്പ്. നബി ഞങ്ങൾ രാവും പകലും ഒന്നാകെ നോമ്പ് നോക്കിയിട്ടുണ്ട്, നോമ്പ് തുറക്കാതെ 24 മണിക്കൂർ ഒന്നിച്ച് നോമ്പ്. ഇത് നമ്മോട് പറഞ്ഞ് നോമ്പ് നോക്കാൻ പാടില്ല. അപ്പൊ നബി നോക്കിയിട്ടുണ്ടല്ലോ, ഉണ്ട്. അത് നബിക്ക് മാത്രമാണ്, ഇബാദത്താണ്, കൂലി കിട്ടും. പക്ഷെ നബിക്ക് മാത്രമാണ്, നമുക്കത് ബാധകമല്ല. അപ്പൊ നബിതങ്ങൾ ദീനിന്റെ ഭാഗമായി ചെയ്ത കാര്യങ്ങൾ തന്നെയും നബിക്ക് ഖാസായതുണ്ട്, എന്നാൽ ഉമ്മത്തിന് മൊത്തത്തിൽ പഠിപ്പിക്കപ്പെട്ടതുണ്ട്. അപ്പൊ അത് എല്ലാ ഫീലുകളെയും ഒരേ ഗണത്തിൽ കണ്ടുകൂടാ. എന്നാൽ തലമറക്കുന്ന വിഷയത്തിൽ സ്വഹീഹായ ഹദീസുകൾ നബിയിൽ നിന്ന് വന്നിട്ടില്ല. തലമറക്കാൻ പ്രേരിപ്പിക്കുന്നതോ മറച്ച ഇത്ര കൂലിയുണ്ട് എന്ന് പറയുന്നതോ അതിന്റെ മഹത്വം പറയുന്നതോ ആയ ഹദീസുകൾ സ്വഹീഹായി എവിടെയും വന്നിട്ടില്ല. എന്നാൽ നബി തങ്ങൾ മറച്ചിട്ടുണ്ട്. അത് നബിയാകുന്ന മുമ്പും നബിയുടെ വേഷം അതാണ്. നബി ആയതിനു ശേഷം നബി തങ്ങൾ വേഷം മാറ്റിയിട്ടില്ല. അതിന് മുമ്പും നബിയുടെ വേഷം അതായിരുന്നു, ശേഷവും വേഷം അതായിരുന്നു. ഉണ്ടായ വ്യത്യാസം എന്താണ്? വെള്ള സുന്നത്താണ് പ്രത്യേകം പഠിപ്പിച്ചു, അതിന് മുമ്പ് നബി തങ്ങൾ പറഞ്ഞിട്ടില്ല. നബി ആയതിനു ശേഷം, വഹി കിട്ടിയ ശേഷം പഠിപ്പിച്ചതാണ്. അങ്ങനെ പഠിപ്പിച്ചെങ്കിൽ ഇതും സുന്നത്തായി മാറും. പക്ഷെ അത് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. ഇത് താങ്കളുടെ ശ്രദ്ധയിൽ അങ്ങനെ സ്വഹീഹുൽ ഹദീസുമുണ്ടോ? താങ്കൾ പറഞ്ഞാൽ സ്വീകരിക്കാൻ ഒരു പ്രയാസമില്ല. നബി തങ്ങൾ പറഞ്ഞ തലപ്പാവിന്റെ അല്ലെങ്കിൽ തലമറക്കുന്നതിന്റെ മഹത്വം പറഞ്ഞ ഒരു ഹദീസ് സ്വഹീഹായത് ഉണ്ടെങ്കിൽ താങ്കൾ അത് ഉദ്ധരിക്കുന്നുവെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ജീവിതത്തിൽ പാലിക്കാം. ഒരു സുന്നത്ത് നഷ്ടപ്പെടാൻ പാടില്ല എന്ന നിർബന്ധം നമ്മൾ എല്ലാവരും കഴിവിന്റെ പരമാവധി പാലിക്കാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ, ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ താങ്കൾക്കത് പറയാം. അത് സ്വീകരിക്കാൻ 100% സന്നദ്ധരുമാണ്. അല്ലാഹു അക്ബർ. ഉസൂലുൽ ഫിഖിൽ ചർച്ച ചെയ്യുന്ന ജായിസ് എന്നല്ല അവിടെ 5 ഹുക്കുമുകളിൽ പറഞ്ഞിട്ടുള്ളത്. അവിടെ മുബാഹ് എന്നാണ്. ആ മുബാഹ് എന്നതാണ് 5 ഹുക്കുമുകളിൽ ഒന്നായി വരുന്നത്. ഞാൻ അത് ഇടക്കൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലപ്പാവ് ധരിച്ചു എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫിഅല് അത് സുന്നത്തിൽ പെടില്ലേ? ഖൗലുഹു വഫീലുഹു വതഖരീറുഹു, ഈ ഒരു ഫിഅല് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദത്തിൽപ്പെട്ടതാണ് എന്ന് അറിയിക്കുന്ന മറ്റു വല്ല തെളിവുകളും വരാത്ത കാലത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ധരിച്ച തലപ്പാവ് സുന്നത്താണ് എന്നാണ് വരിക. മാത്രവുമല്ല, തലപ്പാവ് സുന്നത്താണ് എന്ന് മാത്രമല്ല, തലപ്പാവ് ധരിച്ചവർക്ക് പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായ പവർ നൽകിയിട്ടുമുണ്ട്. ഇമാം മുസ്നദു ശാമീൻ തൊബറാനി, ഇമാം തൊബറാനിക്കുള്ള മുസ്നദു ശാമീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ 3416 ഹദീസിൽ അൻ നബി ദർദാ റളിയല്ലാഹു അൻഹു قال قال رسول الله صلى الله عليه وسلم ان الله وملائكته അല്ലാഹുവും അല്ലാഹുവിന്റെ മലക്കുകളും യുസല്ലൂന അലാ അസ്ഹാബിൽ അമാഇം യൗമൽ ജുമുഅ, ജുമുഅ ദിവസം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തലകെട്ട് കെട്ടിയവർ, തലപ്പാവ് ധരിച്ചവർക്ക് അള്ളാഹുവും അള്ളാഹുവിന്റെ മലക്കുകളും യുസല്ലൂൻ, അവർ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നു, സ്വലാത്ത് നൽകുന്നു, ഗുണം കൊണ്ട് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിലും വലിയ ഒരു തലകെട്ട് കെട്ടിയവർക്ക്, തലകെട്ട് കെട്ടുക എന്ന പ്രവർത്തനം നടത്തിയവർക്ക് ഇതിലും വലിയ ഒരു മഹത്വം ഇനി എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയേണ്ടത്? താങ്കൾ ആദ്യം പറഞ്ഞ ആമുഖം വിയോജിപ്പുണ്ട്. ഞാൻ എന്റെ സംസാരത്തിൽ പ്രത്യേകം പറഞ്ഞു മുബാഹ് എന്നോ ജായിസ് എന്നോ ഹലാല് എന്നോ ജവാസ് എന്നോ ഇബാഹത്ത് എന്നോ വ്യത്യസ്ത പദങ്ങളിൽ പ്രയോഗിക്കപ്പെട്ടതാണ് അനുവദനീയമാണ്. അവരെല്ലാം ഒന്ന് തന്നെ, മുബാഹും ജായിസൊക്കെ ഒന്ന് തന്നെയാണ്. ഉസൂലികളിൽ വളരെ അപൂർവം ചില പണ്ഡിതന്മാരാണ് മുബാഹും ജവാസും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം, അതും തന്നെ ചില വിഷയത്തിൽ മാത്രം. അത് നമ്മുടെ വിഷയമേ അല്ല, അത് വിഷയമേ അല്ല. അപ്പൊ അനുവദനീയമാണ്, സുന്നത്തല്ല, മന്ദൂബല്ല, വാജിബല്ല, കറാഹത്തല്ല, ഹറാമല്ല. ഇനി നിങ്ങൾക്ക് ഈ സംശയം വേണ്ടതൊക്കെ ഞാൻ പ്രത്യേകം പറഞ്ഞത് 5 ഹുക്കുമിൽ 4 തൊലബുണ്ട്. ഒന്ന് തഖീറാണ്. ആ തഖീറാണ് ഇവിടെ. കാരണം അസ്ലു കുല്ലി ശൈഇൻ അൽ ഇബാഹ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. അസ്ലു കുല്ലി ശൈഇൻ അൽ ഇബാഹ എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഇനി ഇബാഹ് വേറെ ജവാസ് വേറെ പറയാൻ പോണ്ട. ഈ സാധാരണക്കാരെ ബന്ധം നമ്മൾ ഇറങ്ങാറാക്കണ്ടല്ലോ. അതുകൊണ്ട് അനുവദനീയമാണ്, അല്ലാതെ സുന്നത്തില്ല, നിർബന്ധമില്ല. ഇനി ഈ പറഞ്ഞ ഹദീസ്, ഇത് സുഹൃത്ത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ അപ്പൊ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. എന്റെ കഴിഞ്ഞ സംസാരത്തിൽ ഞാനിത് അങ്ങോട്ട് പറഞ്ഞു. ഇന്നല്ലാഹു മലായികത്തു യുസല്ലൂന അലാ സാഹിബിൽ അമായിൻ, അല്ലെങ്കിൽ അലാ സഹാബിൽ അമായിൻ 2 രൂപത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ അത് നബി തങ്ങൾ പറഞ്ഞിട്ടില്ല, നബി തങ്ങൾ പറഞ്ഞതല്ല, അത് സ്വഹീഹ ഹദീസല്ല, അത് ദുർബലമാണ്. ആ റിപ്പോർട്ട് സ്വീകാര്യയോഗ്യമായ റിപ്പോർട്ടല്ല. അതുകൊണ്ട് നബി പറഞ്ഞു എന്ന് നമ്മൾ പറഞ്ഞുകൂടാ. നബി തങ്ങളത് പറഞ്ഞിട്ടില്ല. അത് സ്വഹീഹായ പരമ്പരയിൽ ഉദ്ധരിച്ചു കിട്ടിയ ഹദീസേ അല്ല. അങ്ങനെ പലതുമുണ്ട്. അത് മാത്രമല്ല, ഞാൻ പറയാൻ പലതും ഉണ്ട്. അത് മാത്രമല്ല, 7 8 ഹദീസുകൾ ആ വിഷയത്തിൽ നമുക്ക് അങ്ങനെ കാണാൻ കഴിയും. അപ്പൊ അതിൽപ്പെട്ട നേരത്തെ പറഞ്ഞു അൽ ഫർഖു ബൈനൽ മുസ്ലിമി വൽ കാഫിരി അൽ ഖലൻസു അൽ അമാമത്തു ഫൗഖൽ ഖലൻസുവ എന്ന് പറഞ്ഞത്. അപ്പൊ ഏതായിരുന്നാലും ആ ഹദീസ് സ്വീകാര്യമല്ല, തെളിവല്ല. മാത്രവുമല്ല, അങ്ങനെ ഒരു മഹത്വം ഉണ്ടായിട്ട് നിങ്ങളും തെളിവില്ലല്ലോ. ഹദീസ് പറഞ്ഞ തൊപ്പിയല്ല, തലീകെട്ടാണ്. ആ ഹദീസ് പറഞ്ഞ തൊപ്പിയല്ല, തലപ്പാവ. തലപ്പാവ് ധരിച്ചവർക്കാണ് ആ മഹത്വം പറഞ്ഞത്. അപ്പൊ ഏറ്റവും ചോദിക്കാൻ വരുമ്പോഴെങ്കിലും കെട്ടി വരാമായിരുന്നു. ചോദിക്കാൻ ചെല്ലുമ്പോണ്ടല്ലോ മര്യാദ. അപ്പോഴെങ്കിലും കെട്ടി വന്നാൽ അതിനോട് ഒരു കൂറുണ്ട്, ഒരു മര്യാദ പാലിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കണം. അപ്പൊ ഏതായിരുന്നാലും നമ്മൾ ആ നിലയ്ക്ക് കാണേണ്ടതില്ല. പക്ഷേ ആ ഹദീസ് നിങ്ങൾ പഠിച്ചോളൂ, നിങ്ങൾ ആത്മാർത്ഥമായി നിങ്ങൾ പിന്നെ അന്വേഷിക്കുക, സ്വഹിയാണോ അല്ലേ എന്ന് നിങ്ങൾ അന്വേഷിക്കുക. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഒരു വേണേൽ സഹായിച്ചു തരാം. അതുകൊണ്ട് നിങ്ങൾ അന്വേഷിച്ചോളി, അത് സ്വഹിയല്ല. അവിടെ അത്തരം റിപ്പോർട്ടുകളെ നബി പറഞ്ഞു എന്ന് നമ്മൾ പറഞ്ഞുകൂടാ. അത് പ്രവാചകന്റെ പേരിൽ ഒരു പക്ഷേ കളവ് പറയലായി മാറിയേക്കാം. അതുകൊണ്ട് ഗൗരവമായി നാം അതിനെ കാണുക. നബിതങ്ങൾ അതിന്റെ മഹത്വം പഠിപ്പിച്ച സ്വഹീഹായ ഹദീസൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അല്ലാഹു അഅലം. ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്ത ഹദീസിനെ കുറിച്ച്, ആ ഹദീസ് അങ്ങനെ ഒരു ഹദീസ് ഇല്ല, ആ ഹദീസ് ദുർബലമാണ് എന്ന് നിങ്ങൾ പറഞ്ഞു. അതിന് ആധികാരികമായ രേഖ എന്താണ്? എന്റെ ചോദ്യം 1. രണ്ടാമത്തെ ചോദ്യം, ഞാൻ തലപ്പാവ് ധരിച്ചിട്ടില്ല. ഞാനിപ്പോൾ തലപ്പാവ് ധരിച്ചാൽ ഫൈസൽ ഉസ്താദ് തലപ്പാവ് ധരിക്കുമോ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. അപ്പൊ ഞാൻ തലപ്പാവ് ധരിച്ചില്ല എന്നതല്ല ആ തലപ്പാവ് ഇസ്ലാമിന് സുന്നത്തുള്ളൂ. ഒരു വ്യക്തിയുടെ ഫേല് എന്താണ്, സാധാരണക്കാരനായ ഒരു വ്യക്തിയുടെ ഫേല് എന്താണ് എന്ന് നോക്കിയിട്ടല്ല അടിസ്ഥാനപരമായ പണ്ഡിതന്മാർ അത് സുന്നത്താണോ, അത് കറാഹത്താണോ, അത് വാജിബാണോ എന്ന് തീരുമാനിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ചോദ്യം വന്നെന്താ പറയുക? ഫസ്റ്റ് നിങ്ങൾ ചോദിച്ചത്, നേരത്തെ ചോദിച്ച കാരണമായ ചോദ്യത്തിന്റെ ഉപചോദ്യമായിട്ടാണ്. അദ്ദേഹം ചോദിച്ച ഇവിടെ ഇരിക്കുന്ന പണ്ഡിതന്മാരാരും തലമറച്ചിട്ടില്ല എന്ന ആമുഖം പറഞ്ഞിട്ട് അദ്ദേഹം ചോദ്യം ഉന്നയിച്ചത്. ആ ചോദ്യത്തിന്റെ കൂടെ കൂടിയിട്ടാണ് നിങ്ങൾ ചോദ്യവുമായി വന്നത്. അത് എനിക്ക് ധരിക്കാൻ, നിങ്ങൾ തലപ്പ് എനിക്ക് ധരിക്കാൻ പറ്റുമോ? നിങ്ങൾ ഒന്നാകെ അയച്ചിട്ടു, എനിക്ക് അയച്ചിട്ടാക്കാൻ പറ്റുമോ? അതുണ്ടാവില്ലല്ലോ. അത് എനിക്ക് ന്യായമല്ല. അതേസമയം നിങ്ങൾ പറഞ്ഞെന്താ, ഇങ്ങനെ ഹദീസ് ഉണ്ട് എന്ന് പറയാം. ഇങ്ങനെ ഹദീസ് ഉണ്ട്, സുന്നത്താണ് എന്ന ഹദീസുമായി വരികയും സ്വീകരിക്കാത്തവനെ ആക്ഷേപിക്കുകയും ചെയ്യാൻ വരുമ്പോ ഏറ്റവും ചുരുങ്ങിയത് അത് സ്വീകരിച്ചുകൊണ്ട് വരാമായിരുന്നു എന്നാ പറഞ്ഞത്. സ്വീകരിക്കാത്തവരെ ആക്ഷേപിക്കാൻ വേണ്ടിയാണല്ലോ ഈ ഹദീസും കൊണ്ട് വരുന്നത്. അപ്പൊ ചുരുങ്ങിയ പക്ഷം അത് സ്വീകരിച്ചുകൊണ്ട് വരാമെന്ന് പോട്ടെ, സാരില്ല, അത്ര ആലോചിച്ചിട്ടുണ്ടാവില്ല, വിഷയമല്ല. അപ്പൊ ഏതായിരുന്നാലും ഇമാം തൊബ്രാനി ഉദ്ദേശിച്ച ഹദീസ് എല്ലാം സ്വഹീഹ് എന്ന അഭിപ്രായമുണ്ടോ? ഇമാം തൊബ്രാനിയുടെ മുഅ്ജമിൽ വളരെ കുറച്ച് ഹദീസേ സ്വഹീഹ് ആയിട്ടുള്ളൂ. ഇമാം തൊബ്രാനിയുടെ മുഅ്ജമു തൊബ്രാനിയിൽ പകുതിയിൽ താഴെ ഹദീസേ സ്വഹീഹ് ആയിട്ടുള്ളൂ. നിങ്ങളുടെ കയ്യിലുള്ള കിതാബ് മുഅ്ജമു തൊബ്രാനി ആണെങ്കിൽ
അതിലെ പകുതിയിൽ താഴെ ഹദീസുകളെ സ്വഹിയായി വന്നിട്ടുള്ളൂ. ബാക്കി പകുതിയിലേറെ ഹദീസുകൾ ദുർബലങ്ങളോ നിർമ്മിതങ്ങളോ ആണ്. പൂർണ്ണമായും എല്ലാം സ്വഹീഹ് എന്ന് പറയാവുന്നത് സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം മാത്രമാണ്. ആപേക്ഷികമായി സ്വഹീഹ് കൂടുതലുള്ളത് അബൂദാവൂദ്, തുർമുദി, ഇബ്നു മാജ, നസായി. ഇതാണ് മറ്റ് കിതാബുകളെ അപേക്ഷിച്ച് കൂടുതൽ സ്വഹീഹ് ഉള്ളവ. അതാണ് കുത്തുബു സിത്ത. ചിലർ അതിന് സിഹാഹു സിത്ത എന്ന് പറയുന്നു, വാലിബിനെ പരിഗണിച്ചുകൊണ്ട്. അതിലാണ് കൂടുതൽ സ്വഹീഹുകൾ വന്നത്. ബാക്കിയുള്ളതിൽ ചിലതിൽ സ്വഹീഹും വഈഫും തുല്യനുപാത്തിൽ വന്നവയുണ്ട്, ചിലതിൽ സ്വഹീഹിനേക്കാൾ ഏറെ വഈഫ് വന്നവയുണ്ട്, ചിലതിൽ നാമമാത്രമായ സ്വഹീഹുകൾ ഉണ്ടോ എന്ന് തപ്പിപ്പിടിച്ച് നോക്കേണ്ടതുണ്ട്. ഉദാഹരണമായി ഇബ്നു അബിദുന്യയുടെ കിതാബ്, ഇബ്നു അബിദുന്യയുടെ കിതാബിൽ 95% വഈഫാണ്, 5% സ്വഹീഹ് ഉണ്ടെങ്കിൽ ഉണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പൊ തൊബറാനി ഉദ്ധരിച്ചു, അതുകൊണ്ട് അത് സ്വഹീഹ് ആവണം എന്നൊരു വാശി ലോകത്താർക്കുമില്ല, നിങ്ങൾക്കും ഉണ്ടാവില്ല. അപ്പൊ ഏതായിരുന്നാലും അത് സ്വഹീഹ് അല്ല, ദുർബലമാണ് എന്നാണ് സൂചിപ്പിച്ചത്. എന്താണ് ദുർബലത, ചിലതിൽ എന്താ പ്രശ്നങ്ങൾ, ആരാ കുഴപ്പമുള്ളത് എന്നാണെങ്കിൽ അത് ഇൻഷാ അല്ലാഹ് വേണമെങ്കിൽ പരിശോധിച്ചിട്ട് പറഞ്ഞു തരാം. സഹോദരൻ സൂചിപ്പിച്ച ഹദീസ് തൊബറാനി മുഅ്ജമുൽ കബീറിൽ ഉദ്ധരിച്ച ഹദീസാണ്. ഇതിന്റെ സനദി പ്രകാരമാണ്. ഖാല ഹദ്ദസന അയ്യൂബ് ബിൻ മുദറക് അൻ മക്ഹൂൽ അൻ അബീ ദർദ അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഇബ്നുൽ ജൗസി അദ്ദേഹത്തിന്റെ അൽ മൗദൂആത്ത് എന്ന് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കെട്ടിയുണ്ടാക്കപ്പെട്ട ഹദീസുകൾ മാത്രം ക്രോഡീകരിച്ച ഗ്രന്ഥമാണ് ഇബ്നുൽ ജൗസിയുടെ അൽ മൗദൂആത്ത്. അതിൽ ഈ ഹദീസ് അദ്ദേഹം കൊടുത്തിട്ട് മൗദൂഅ എന്ന് പറഞ്ഞു. ലാ അസ്ല ലഹു, ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ എവിടെയും അടിസ്ഥാനപരമായി ഈ ഹദീസിന് ഒരു അസ്ലുമില്ല. ഇത് ഇബ്നുൽ ജൗസി മാത്രമല്ല, ശാഫിഈ പണ്ഡിതന്മാരിൽ അഗ്രേസരനായിട്ടുള്ള സുയൂത്തി അദ്ദേഹവും ഈ ഹദീസിനെ മൗദൂഅ എന്ന് വഈഫ് എന്നൊക്കെയാണ് വിശദീകരിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ വേറെയും പണ്ഡിതന്മാർ ഈ ഹദീസ് മൗദൂഅ ആണ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ ഹദീസ് ഇബ്നുൽ ജൗസി അദ്ദേഹത്തിന്റെ മൗദൂആത്തിലും സുയൂത്തിയും ഒക്കെ ഈ ഹദീസ് ദുർബലമാണെന്ന് മാത്രമല്ല പ്രവാചകന്റെ പേരിൽ കെട്ടിയുണ്ടാക്കപ്പെട്ട ഹദീസാണ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ കാര്യമായ ഗണന പ്രസക്തത്തിൽ നമുക്ക് തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് വന്നത്. അതാണ് ഇവിടെയുള്ള ആളുകൾക്ക് കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ളത്. ആ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നുകൂടി. ഇനി സഹോദരൻ ഒരു കാര്യം കൂടി, ഇപ്പൊ ഒരാൾ തലപ്പാവ് ധരിക്കാതെ മരിച്ചുപോയാൽ അയാൾ നരകത്തിൽ പോകില്ല, നരകത്തിൽ പോകുന്ന വിശ്വാസം ഒന്നും ചോദിക്കുന്ന ആളുകൾക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നേരെ മറിച്ച് അല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അവർ സ്വർഗപ്രവേശനത്തിന് അർഹരല്ല എന്ന വിശ്വാസമാണ് യഥാർത്ഥ ഇസ്ലാമിക വിശ്വാസം. അതാണ് ഇസ്ലാമിന്റെ ആണിക്കല്ല്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് വരേണ്ടത് എന്ന് സൂചിപ്പിക്കുന്നു. ഓക്കെ, ആ വിഷയത്തെ കുറിച്ച് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഓഡിയൻസിന് ബുദ്ധിമുട്ടായി തോന്നുമെങ്കിൽ ഞാൻ തൽക്കാലം നിർത്തുകയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം തൊബറാനി മാത്രമല്ല റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലപ്പാവ് ധരിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം സിഹാഉ സിത്തയിൽ തന്നെ ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസ് നമ്പർ 3556 അൻ റുക്കാനത്തെ കാല സമീഅത്തു നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, നേരത്തെ ഫൈസൽ ഉസ്താദ് ഓതിയ ഹദീസും കൂടിയാണ്. ഫർഖുമാ ബൈനനാ വ ബൈനൽ മുശ്രിക്കീന അൽ അമാഇമു അലൽ ഖലാനിസി, കലം സുമത്തുകളുടെ മേൽ, തൊപ്പികളുടെ മേൽ തലപ്പാവ് ധരിക്കലാണ് മുസ്ലിങ്ങളുടെ ശിആറ്. അത് മുശ്രിക്കുകളുടെ നമുക്കുമിടയിലുള്ള ഫർക്കാണ് എന്ന് പറയുമ്പോൾ അവിടെ തലപ്പാവ് ധരിക്കുന്നതിന് ഒരു പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തിട്ടില്ലേ? അല്ലാതെ ആ തലപ്പാവ് ധരിക്കലും തലപ്പാവ് ധരിക്കാതിരിക്കലും രണ്ടും സമമാണോ? നിസ്കാരത്തിൽ ലോകത്തുള്ള ഫുഖഹാക്കൾ മുഴുവനും പറഞ്ഞു, ഇബ്നു ഹജർ തങ്ങൾ എല്ലാ ഇമാമിങ്ങളും പറഞ്ഞു നിസ്കാരത്തിൽ തലമറക്കൽ സുന്നത്താണ്. അപ്പൊ ഈ ജസ്റ്റ് നിസ്കാരത്തെങ്കിലും തലമറക്കൽ സുന്നത്താണ് എന്ന് നമുക്ക് പറഞ്ഞുകൂടെ? ആ
വിഷയത്തിൽ എല്ലാ ഇമാമിയങ്ങളും സുന്നത്താണ് എന്നാണ് പറഞ്ഞത്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് ഹദീസുകളുമുണ്ട്. പിന്നെ ഇമാം തൊബറാനി പറഞ്ഞ ഹദീസ്, നിങ്ങൾക്ക് തന്നെ ഹിജ്റയോട് അടുത്ത പണ്ഡിതനാണല്ലോ കൂടുതൽ അംഗീകരിക്കപ്പെടേണ്ട പണ്ഡിതൻ. അപ്പൊ ഇമാം തൊബറാനി പറഞ്ഞ ഹദീസിനെ പിൽക്കാലത്ത് വന്നിട്ട് ഒരാൾ മൗലു ആണെന്ന് പറയുമ്പോൾ ആ മൗലുവിന് നേരത്തെ ഉദ്ധരിച്ച മൗലു ആണെന്ന് പറയാനുള്ള സനദ് എന്താണ്, അത് നിങ്ങൾ ഇവിടെ പറയേണ്ടിയിരുന്നു. അത് നിങ്ങൾ പറയണം. മൗലു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ആർക്കും കയറി പറഞ്ഞൂടെ മൗലൂന്ന്. എന്തുകൊണ്ട് ഹദീസ് മൗലു ആയി? ആ ഹദീസ് റാവികളിലുള്ള പ്രശ്നമാണോ, അല്ല സനദിലുള്ള പ്രശ്നമാണോ, അല്ല മത്നിലുള്ള പ്രശ്നമാണോ? എന്ത് പ്രശ്നം കൊണ്ടാണ് ആ ഹദീസ് മൗലു ആണ് അല്ലെങ്കിൽ അസിലില്ല എന്ന് പറഞ്ഞത് എന്നും കൂടെ പറഞ്ഞാൽ കൂടുതൽ നന്നായിരിക്കും. ശരി. അപ്പൊ സഹോദര, ഇനിയും റസൂലുള്ളാഹിന്റെ കളവ് പറയരുത്. അങ്ങനെ ഹദീസില്ല. ഹബീബിന്റെ പേര് ഇനി കളവുകൾ ആവർത്തിക്കരുത്. ആത്മാർത്ഥമായി അന്വേഷിച്ചോളി. തൽക്കാലം ഇവിടെ വിജയിക്കാനാണ് നിങ്ങൾ ജയിച്ചോളി, കുഴപ്പമൊന്നുമില്ല. ഞങ്ങളുടെ മുമ്പ് ജയിക്കാനാണ് ജയിച്ചോളി. പക്ഷെ റസൂലുള്ളാഹിന്റെ പേര് എന്തിനാ ഈ കളവ് ആവർത്തിക്കുന്നത്? ഇത് ഞങ്ങളല്ല പറഞ്ഞ മൗലൂ പറഞ്ഞത്. ഇബ്നു ജൗസിയാണ് ഹിജ്റ 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ആളാണ്, 400കളിൽ ജീവിച്ച ആളാണ് ഇബ്നു ജൗസി. അത് ഞങ്ങൾ പറഞ്ഞതല്ല. ഇമാം തൊബറാനി ജീവിച്ച് ഏകദേശം 100-150 കൊല്ലം അപ്പുറത്ത് ജീവിച്ച ആളാണ് ഇബ്നു ജൗസി. അദ്ദേഹത്തിന് അൽ മൗദൂആത്ത് എന്തിനാ കിതാബ് രചിച്ചത്? ലോകത്തുള്ള നിർമ്മിതങ്ങളായ ഹദീസുകളെ നബിതങ്ങളുടെ പേരിൽ വ്യാജമായി കെട്ടിയുണ്ടാക്കി പ്രചരിപ്പിച്ച കഥകളെ മുഴുവൻ തെരഞ്ഞുപിടിച്ച് അതെല്ലാം ഒരു കിതാബാക്കി. എന്തിന് ഇങ്ങനെ കഥ ഇവിടെ പ്രചരിക്കുന്നുണ്ട്, പെട്ടുപോകാൻ പാടില്ല എന്ന് പഠിപ്പിക്കാൻ. അതാ കിതാബ്, ഞങ്ങൾ ഉണ്ടാക്കിയതല്ല. അത് മുസ്ലിം ലോകം ഐക്യകണ്ഠനം സ്വീകരിച്ചു പോകുന്ന മൗദൂആത്ത്. എന്നിട്ട് സുയൂത്തി റഹിമഹുല്ലാഹ് അൽ-ലആലിഉൽ മസ്നൂഅ ഫി അഹാദീസിൽ മൗദൂഅ എന്ന കിതാബ് രചിച്ചപ്പോ ഇബ്നു ജൗസിയുടെ ഈ കിതാബിൽ ഏതാനും ഒരു 10 താഴെ ഹദീസുകളെ പറ്റിയാണ് ഇബ്നു ജൗസി മൗദൂ എന്ന് പറഞ്ഞത് ശരിയായില്ല, ലഈഫ് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് എതിരഭിപ്രായം രേഖപ്പെടുത്തിയത്. ബാക്കിയെല്ലാം അദ്ദേഹം അംഗീകരിച്ചു പോയിരിക്കുകയാണ്. അപ്പൊ യഥാർത്ഥം ഞങ്ങളെയും മുജാഹിദ് സംഘടന കൊടുക്കുന്ന ഒരു തീട്ടല്ല ഇവിടെ വായിക്കുന്നത്, അവിടുന്ന് കിട്ടിയ സർക്കുലറല്ല വായിക്കുന്നത്. നേരെ മറിച്ച് ഇമാം തൊബറാനിയല്ല ഏത് കിതാബിൽ വന്നാലും സനദുണ്ടോ അതല്ലേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. സനദ് ദുർബലമാണ്. ആ സനദിന് മത്രൂക്കായ ആളുകളുണ്ട്, ഉപേക്ഷിക്കപ്പെടേണ്ട ആളുകളുണ്ട്, വിശ്വാസയോഗ്യമില്ലാത്ത ആളുകളുണ്ട്. ഞങ്ങളല്ല പറഞ്ഞത്. ഞങ്ങൾക്ക് ഈ വിഷയം സംസാരിക്കാൻ ഒരു പ്രയാസമില്ല. നേരം വെളുക്കോടെ ഈ വിഷയം മാത്രമാണോ, ഒരു കുഴപ്പമില്ല. തലയിൽ മുടി വളർത്തിയവനെ കൊല്ലണമെന്ന് ബുഖാരി മുസ്ലിമിലുണ്ട് എന്ന് ബുഖാരി മുസ്ലിം വാദിച്ചിട്ട് അതിന് വാദപ്രതിവാദം നടത്തിയ ഉമർ മൗലവിയുടെ പിന്മുറക്കാതെ ഞങ്ങൾ. എനിക്കെന്താ പ്രശ്നം? തലയിൽ മുടി വളർത്തിയവനെ കൊല്ലണം എന്ന് ബുഖാരി മുസ്ലിമിലുണ്ട് അതിന്റെ വാദം. അതില്ലാന്ന് ഉമർ മൗലവിന്റെ വാദം. അതിനുവേണ്ടി 1942 ചാലിയത്ത് വെച്ച് വാദപ്രതിവാദം നടന്നിട്ടുണ്ട്. അപ്പൊ അതിനൊന്നും പ്രശ്നമൊന്നുമില്ല, നമുക്കതൊക്കെ ആവാം. പക്ഷേ ഇവിടെ ഒരുപാട് ആളുകൾ ചോദിക്കാനുണ്ട്, നല്ല കുറെ വിഷയങ്ങൾ, അത് വരട്ടെന്ന് വെക്കാം. അല്ലാതെ ഇതിന് പ്രയാസം ഉണ്ടായിട്ടുന്നില്ല. അതുകൊണ്ട് മൗദൂ എന്ന് പറഞ്ഞ് ഞങ്ങളല്ല. ഒന്ന് ഇബ്നു ജൗസിയാണ്, ഹിജ്റ 400കളിൽ ജീവിച്ച പ്രഗത്ഭനായ പണ്ഡിതൻ, അഹ്ലുസുന്നയുടെ പണ്ഡിതൻ. അദ്ദേഹമാണ് പഠിപ്പിച്ചത്. ഇത് നിർമ്മിതമാണ്. സുയൂത്തിയാണ് പഠിപ്പിച്ചത്. സ്വീകാര്യയോഗ്യമായ റിപ്പോർട്ടല്ല. അൽ-ലആലിഉൽ മസ്നൂഅ ഫി അഹാദീസിൽ മൗദൂഅ എന്ന സുയൂത്തി റഹിമഹുള്ളയുടെ ഗ്രന്ഥത്തിലാണ് വന്നത്. സമാനമായി മറ്റു പല ഹദീസുകളും. മാത്രമല്ല താങ്കൾ ശേഷം പറഞ്ഞതും അത് ഞാൻ നേരത്തെ പറഞ്ഞു, മുസ്ലിമും കാഫറും നമ്മളെ വ്യത്യാസം ഇവിടെ മേലെ തലപ്പാവ് ധരിക്കലാണ്. ഇത് സ്വഹീയാണെങ്കിൽ സഹോദര, ഇന്ന് സമൂഹത്തിൽ എത്ര ആളാ ഈ വ്യത്യാസം സ്വീകരിച്ചവനുള്ളത്? ഇവിടെ എത്ര ആളുണ്ട് ഈ വ്യത്യാസം സ്വീകരിച്ചവൻ? തൊപ്പിട്ട് അതിന് മേലെ കെട്ടിയ മുസ്ലിം ആവുള്ളൂ, അല്ലാത്ത മുസ്ലിം അല്ല. പരസ്പരം തിരിച്ച ഷിആറ് അടയാളം അതാണ്. ആ അടയാളം സ്വീകരിക്കുന്ന എത്ര ആളാ ലോകത്തുള്ളത്? നമ്മുടെ നാട്ടിൽ പോട്ടെ. അപ്പൊ അതൊന്നും ഞാൻ അതുകൊണ്ട് മാത്രം തള്ളണം എന്നല്ല, പക്ഷേ സനദ് പ്രകാരം സ്വഹീഹല്ല, നിർമ്മിതങ്ങളായ റിപ്പോർട്ടുകളാണ്. പിന്നെ പ്രവാചകന്റെ പ്രവർത്തനങ്ങൾ, അത് ഞാൻ നേരത്തെ പറഞ്ഞത്, പ്രവാചകന്റെ പ്രവർത്തനങ്ങൾ. നബിതങ്ങൾ തലപ്പാവ് ധരിച്ചു, ഹദീസിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നബിതങ്ങൾ നീളക്കുപ്പായം ധരിച്ചു, ഹദീസിലുണ്ട്. സഹീഹ് മുസ്ലിമിൽ വായിച്ചല്ലോ. അതേ സഹീഹ് മുസ്ലിമിൽ നബിതങ്ങൾ മക്കാ ഫതഹിന്റെ അന്ന് കറുത്ത തലപ്പാവ് ധരിച്ചു വന്നു എന്ന് മുസ്ലിമിലുണ്ടല്ലോ. മക്കാ ഫതഹിന്റെ അന്ന് കറുത്ത തലപ്പാവ് ധരിച്ചിട്ടാണ് നബിതങ്ങൾ വന്നത്, മുസ്ലിമിലുണ്ട്. നബിതങ്ങൾ ഒട്ടകപ്പുറത്ത് പോയി, ബുഖാരി മുസ്ലിമിലുണ്ട്. നബിതങ്ങൾ ഗോതമ്പ് തിന്നു, സഹീഹ് ഹദീസിൽ വന്നിട്ടുണ്ട്. നബിതങ്ങൾ ഈത്തപ്പയുടെ ഓലയിൽ കിടന്നുറങ്ങി, ഹദീസിൽ വന്നിട്ടുണ്ട്. നബിതങ്ങളുടെ വീട് ഈത്തപ്പയുടെ ഓലയായിരുന്നു, അതിന് ചുമര്, ഹദീസിലുണ്ട്. അതൊക്കെ നമുക്ക് സുന്നത്താണോ? അല്ല. അതൊക്കെ സുന്നത്താണോ? അല്ല. പിന്നെന്താണ്? അതിന് നേരത്തെ പറഞ്ഞ നബിതങ്ങളുടെ പ്രവർത്തനങ്ങൾ 2 രൂപത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചു, ഞങ്ങളല്ല വിശദീകരിച്ചത്. ഷാഫി മദ്ഹബിലെ ഉസൂലി പണ്ഡിതനായ ഇമാമുൽ ഹറമൈൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അബുൽ മഅലി അൽ ജുവൈനി 419 മരിച്ച ഇമാമാണ്. 419 മരിച്ച
ഇമാമുൽ ഹറമൈൻ എന്നറിയപ്പെടുന്ന അബുൽ മഅലി അൽ ജുവൈനി അദ്ദേഹത്തെ അൽ ബുർഹാൻ എന്ന കിതാബിലും അദ്ദേഹത്തെ അൽ വറഖാത്ത് എന്ന കിതാബിലും അദ്ദേഹം അത് വിശദീകരിക്കുന്നു. നബി തങ്ങളുടെ ഫീലുകളെ രണ്ടാക്കി തിരിച്ചു. ഒന്ന് ഖുർബത്തും ആരാധനയുടെ ഭാഗമായി ദീന്റെ ഭാഗമായി ചെയ്തത്, മറ്റൊന്ന് നബി തങ്ങളുടെ ആദത്തിന്റെ ഭാഗമായി നാട്ടിലെ ചര്യയുടെ ഭാഗമായി, അതേപോലെ ഒരു മനുഷ്യപ്രകൃതത്തിന്റെ ഭാഗമായി നബിയുടെ ഉറക്കം, നബിയുടെ വിശപ്പ്, നബിയുടെ ദാഹം, നബിയുടെ ഭക്ഷണം, നബിയുടെ അത്തരം കാര്യങ്ങൾ അതൊക്കെ നബി മാനസികമായി ചെയ്തതാണ്. എന്നാൽ അതിൽ പ്രത്യേക മര്യാദ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലോ അതാണ് നമുക്ക് സുന്നത്തായി പറഞ്ഞത്. നബി ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. എന്ത് ഭക്ഷണം കഴിച്ചത്? ഗോതമ്പം കഴിച്ചു. അന്ന് ഗോതമ്പ് കഴിച്ചത് സുന്നത്താണോ? അല്ല. അല്ല. നബി ഞങ്ങൾ വൈറ്റേ കൈകൊണ്ട് കഴിച്ചു, അത് നമുക്ക് സുന്നത്താണോ? ആണ്. എന്തുകൊണ്ട്? അത് നബി പ്രത്യേകം പറഞ്ഞു. നബി ഞങ്ങൾ ഒട്ടകപ്പാല് കുടിച്ചു, അതുകൊണ്ട് ഒട്ടകപ്പാല് കുടിക്കുക സുന്നത്താ? അല്ല. ഹദീസ് ഒരുപാട് വന്നിട്ടുണ്ട് നബി ഞങ്ങൾ ഒട്ടകപ്പാല് കുടിച്ചു, അത് ഒട്ടകപ്പാല് സുന്നത്തുണ്ടോ? ഇല്ല. എന്നാൽ ഒട്ടകപ്പാല് കുടിക്കുമ്പോൾ എങ്ങനെ കുടിക്കണം അത് ഹദീസിൽ പ്രത്യേകം പഠിപ്പിച്ചു. നമ്മളെ അത് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. നബി ഞങ്ങൾ ഉറങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ഉറങ്ങൽ സുന്നത്താണോ? അല്ല. എന്നാൽ ഉറങ്ങുമ്പോൾ എന്ത് മര്യാദ വേണം അത് വേറെ പറഞ്ഞു, അത് സ്വീകരിക്കണം. നബി ഞങ്ങൾ നിന്നു, ഇരുന്നു, കിടന്നു, അതൊക്കെ സുന്നത്താണോ? അല്ല. അതാണ് ആദത്ത്, സമ്പ്രദായങ്ങൾ. അതേപോലെ നബി ഞങ്ങൾ മാനസികമായി ചെയ്ത കാര്യങ്ങൾ. അപ്പൊ അതിലൊന്നും അല്ല സുഹൃത്ത് തർക്കമുള്ളത്. ഈ വിഷയം അത് സുന്നത്തായി പറയണമെങ്കിൽ പ്രമാണം ആവശ്യമുണ്ട്. പിന്നെ എല്ലാ ഇമാമിങ്ങളും പറഞ്ഞത് കുറച്ച് കട്ടിക്കൂട്ടിക്കൊണ്ട് എല്ലാ ഇമാമികളും ഉണ്ടാവില്ല, അതുണ്ടാവില്ല. ആകെ വായിച്ചത് ഇബ്നു ഹൈത്തമിയാണല്ലോ 900 ശേഷം ജീവിച്ച, അതല്ലേ ഇപ്പൊ ഇത് തെളിവ് പറഞ്ഞത്. അപ്പൊ എല്ലാ ഇമാമികളും പറഞ്ഞുകൊണ്ട് അതുണ്ടാവില്ല. സുന്നത്താണെന്ന് എല്ലാ ഇമാമികളും പറഞ്ഞിട്ടില്ല. പറഞ്ഞോലുണ്ടില്ല എന്നല്ല, എല്ലാവരും പറഞ്ഞിട്ടില്ല. ഒരു ഇമാമ് പറഞ്ഞോടുകൂടി അത് സുന്നത്തായി മാറുകയുമില്ല. ലോകത്തൊരു ഇമാമ് പറഞ്ഞുകൊണ്ട് മാത്രം ഒരു സംഗതി സുന്നത്താവില്ല, ഒരു സംഗതി വിധേയത്താവില്ല. നേരെ മറ്റ് പ്രമാണമുണ്ടോ, പിൻബലമുണ്ടോ എങ്കിൽ അത് പ്രകാരം അമൽ ചെയ്യണം. ഇല്ലേ എല്ലാ ഇമാമികളും പറഞ്ഞാലും ശരിയല്ല. ഇമാം മാലിക് പറഞ്ഞിട്ടുണ്ട് ചൊവ്വാൽ 6 നോമ്പ് സുന്നത്തില്ല, അവിടെ സുന്നത്തില്ല വെക്കുവോ? ഇമാം മാലിക് പറഞ്ഞാൽ ചൊവ്വാൽ 6 നോമ്പ് സുന്നത്തില്ല, അത് വിധേയത്താകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാ. നമ്മളെന്ത് ചെയ്യാം? ഇമാം മാലിക് പറഞ്ഞാൽ ശരിയല്ല, ഹദീസ് വന്നു, നമുക്ക് സ്വീകരിക്കാം. അതാണ് ഇതിലെ മാതൃക. അപ്പൊ ഹദീസ് ഉണ്ടോ, പ്രമാണമുണ്ടോ, തെളിവുണ്ടോ, ഏത് ഇമാമ് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അത് നമ്മൾ ചെയ്യണം. തെളിവില്ലേ, ഏത് ഇമാമ് പറഞ്ഞാലും നമുക്കത് ബാധകവുമല്ല. എല്ലാ ഇമാമികളും പാപസുരക്ഷന്മാരല്ല, എല്ലാവരും മഅസൂമീങ്ങളല്ല. ഗവേഷകന്മാർക്ക് എല്ലാവർക്കും ശരിയെ പറ്റൂ എന്നില്ല. ഗവേഷകൻ തെറ്റുപറ്റിയാൽ ഒരു കൂലിയുണ്ട്, ഗവേഷകൻ ശരി പറ്റിയാൽ 2 കൂലിയുമുണ്ട് എന്ന് ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്നു. ഏതായിരുന്നാലും സൂചിപ്പിച്ച പോലെ മുഖ്യ വിഷയം തൗഹീദുമായി ബന്ധപ്പെട്ടതാണ്. അല്ലാഹു അല്ലാത്ത ആളുകൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്പിയാക്കളെ, ഔലിയാക്കളെ, മലക്കുകളെ, ജിന്നുകളെ, ശൈത്താന്മാരെ അല്ലാത്തവരെ എല്ലാം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ശിർക്കൻ ഏർപ്പാട് നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് ശരിയല്ല. അത് ഇസ്ലാമിന് വിരുദ്ധമാണ്, ഖുർആനിക വിരുദ്ധമാണ്. സ്വർഗം ഹറാമാകുന്ന, നരകം നിർബന്ധമാകുന്ന, എല്ലാ അമലും ബാത്തിലാകുന്ന പ്രവർത്തനമാണ് അത് എന്ന് പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുന്നു. അതിലാവട്ടെ നമ്മുടെ ചർച്ചകൾ പ്രധാനമായും ഊന്നേണ്ടത്. എന്നാൽ അല്ലാത്ത പറഞ്ഞുകൂടാ എന്നല്ല, അല്ലാത്ത പറയാം. പക്ഷേ ആവശ്യമില്ലാത്തത് ബോധ്യപ്പെട്ടിട്ടും പിന്നെയും തൽക്കാലം അങ്ങനെ ജയിക്കാൻ വേണ്ടി നീട്ടിക്കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജയിച്ചോളി, ഒരു കുഴപ്പമില്ല, ഞങ്ങളത് വേണമെങ്കിൽ പ്രഖ്യാപിക്കും ചെയ്തോളാം, നിങ്ങൾ ജയിച്ചു എന്നുള്ളത്, അത് പ്രശ്നമൊന്നുമില്ല. പക്ഷേ പരലോകത്ത് ജയിക്കാൻ നമ്മൾ നോക്കുക. ദുനിയാവിലെ വിജയമല്ല, അതിനപ്പുറത്ത് ഇത് ദീനാണ്. അത് റസൂലുള്ളാഹിന്റെ പേരിൽ നമ്മൾ സംഭവം പറയുമ്പോൾ അത് സ്വഹിയാണോ അല്ലേ 100% ബോധ്യപ്പെടുത്തണം. ഇവിടെ മൗളൂ ആണ്, നിർമ്മിതമാണ് എന്ന് മുൻകാല അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ തന്നെയും രേഖപ്പെടുത്തി വെച്ചത് ഇത്ര വ്യക്തമായി പറഞ്ഞിട്ട് പിന്നെയും കാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ അത് റസൂലുള്ളാഹിയുടെ പേരിൽ മനഃപൂർവ്വം കളവുണ്ടാക്കി പറയലാകുമോ എന്ന് നിങ്ങൾ സംശയിക്കണം. നമ്മളൊക്കെ അത് പേടിക്കണം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഒരു കളവും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ മുൻകാലത്തൊരു പണ്ഡിതൻ പറഞ്ഞത് എടുത്തുദ്ധരിച്ചേ ഉള്ളൂ. ഇമാം തൊബറാനി പറഞ്ഞ ഹദീസ് ഞാൻ എടുത്തുദ്ധരിച്ചേ ഉള്ളൂ. ഈ ഇമാം തൊബറാനി പറഞ്ഞ ഈ ഹദീസിന് ഇബ്നുൽ ജൗസി റദ്ദ് അസുലില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇതേ ഹദീസിനെ കുറിച്ച് തന്നെ ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് സഹിഹാണെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. അതെന്തേ നിങ്ങൾ വായിക്കാതെ പോയത്? ഇമാം തൊബറാനി റഹ്മത്തുള്ളാഹി അലൈഹി ഹിജറയോട് ഇബ്നു ജൗസിയേക്കാൾ അടുത്ത പണ്ഡിതനാണ്. ആ തൊബറാനിയാണ് ഈ ഹദീസ് എടുത്തുദ്ധരിക്കുന്നത്. ആ ഹദീസിനെ കുറിച്ച് പിൽക്കാലത്ത് വന്ന ഇബ്നു ജൗസി എന്തു പറഞ്ഞു? ഈ ഹദീസ് അസുലില്ല എന്ന് പറഞ്ഞെങ്കിൽ അതേ കാലഘട്ടക്കാരനായ ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞില്ലേ ഈ ഹദീസ് സഹിഹാണെന്ന്. അത് എടുത്തുദ്ധരിച്ച് ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ തുഹ്ഫയുടെ 3-ാം വാള്യം 36-ാമത്തെ പേജിൽ എഴുതുന്നു, വതുസന്നുൽ ഇമാമത്തു ലിസ്സലാ, നിസ്കാരത്തിന് വേണ്ടി തലപ്പാവ് സുന്നത്താണ്. വലിക്കസ്തി തജമ്മുലി, ഭംഗി ഉദ്ദേശിച്ചും തലപ്പാവ് സുന്നത്താണ്. ലിൽ അഹാദീസിൽ കസീറത്തി ഫീഹാ,
അതിൽ ഒരുപാട് ഹദീസുകൾ ഉണ്ടായതിനു വേണ്ടി വസ്തിദാദു നുൽഫി കസീരി മിൻഹാ യജിബുറുഹു കസറത്തു തുർക്കിഹ വസാമു വലഇ കസീരി മിന്നാ തസാഹുലുൻ കമാ ഹുവ ആദത്ത് ഇബ്നുൽ ജൗസി. ഇബ്നുൽ ജൗസിയുടെ സമ്പ്രദായം അതായത് പോലെ പല ആളുകളും ഈ ഹദീസ് മൗദൂആണ് എന്ന് പറഞ്ഞത് അത് തസാഹുലാണ്. വൽ ഹാകിമു ഫി തസ്ഹീഹ്, ഹാകിം റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് സഹീഹാണ് എന്ന വാദത്തിലാണ്. അലാ തറ, നിങ്ങൾ കാണുന്നില്ലേ, ഇല ഹദീസ് തമ്മു തസ്ദാദു ഇൽമൻ, നിങ്ങൾ തലപ്പാവ് ധരിക്കുക എന്നാൽ നിങ്ങൾക്ക് സമാധാനം അത് ആ തലപ്പാവിലൂടെ നിങ്ങൾ സമാധാനത്തെ വർദ്ധിപ്പിക്കൂ എന്ന ഹദീസ്, ആ ഹദീസ് നിങ്ങൾ കാണുന്നില്ലേ? ഹൈസ്വാക്കമ ഇബ്നുൽ ജൗസി, ഇബ്നുൽ ജൗസി ഹുക്മ ചെയ്തത് ഈ ഹദീസ് മൗദൂ ആണെന്നാണ്. വൽ ഹാകിമു ബിസിഹ്ഹതിഹി, എന്നാൽ ഹാക്കിം ഈ ഹദീസ് സഹീഹാണെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇമാം തൊബറാനി പറഞ്ഞ ഹദീസിനെ കുറിച്ച് രണ്ടഭിപ്രായങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രണ്ടഭിപ്രായത്തിൽ ഈ അഭിപ്രായം മാത്രം പിടിച്ച് മറ്റേ അഭിപ്രായം ശരിയല്ല, അത് ഇതിനേക്കാളും ദഈഫാണ് എന്ന് നിങ്ങൾ ഈ പിടിക്കുന്നതിന്റെ സനദാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ ആ ഭാഗത്തേക്ക് കടന്നിട്ടില്ല. നിങ്ങൾ ഹദീസ് മൗദൂ ആണെന്ന് പറഞ്ഞു എന്നല്ലാതെ ആ ഹദീസ് മൗദൂ ആവാനുള്ള കാരണം എന്റെ ഉസ്താദ്, എന്റെ മൗലവിമാർ ഒന്ന് വ്യക്തമാക്കുകയാണെങ്കിൽ ഇത് ജയിക്കാൻ വേണ്ടിയല്ല, അത് എന്നെ കുറിച്ച് അറിയുന്ന പ്രവർത്തകന്മാർക്ക് ഞാൻ പറയും, ഞാൻ സത്യം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. അല്ലാതെ നിങ്ങളെ മുമ്പിൽ ജയിച്ച് ആളാവുക, തോറ്റിട്ട് ഞാൻ തൊപ്പിടുക, ഈ ഒരു ലക്ഷ്യം കൊണ്ടല്ല. വല്ലാഹി സുമ്മ വല്ലാഹി അല്ല, ഒരു മുസ്ലിമായ മനുഷ്യൻ വല്ലാഹി പറഞ്ഞാൽ അത് അംഗീകരിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ എന്റെ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ആ വിഷയത്തെക്കുറിച്ച് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ, ഓഡിയൻസിന് നമ്മൾ പരിഗണിക്കണമല്ലോ, അവർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് തൗഹീദ് ശിർക്കിലേക്ക് മാറാം. ഞാൻ അതിനും തയ്യാറാണ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഇവിടെ സഹോദരൻ ഹാക്കിം ആ ഹദീസ് സഹീഹാക്കിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഉസൂൽ ഹദീസിന്റെ കിതാബ് തദ്രീബുർ റാവിയോ അല്ലെങ്കിൽ തഖ്രീബോ ഒക്കെ നിങ്ങൾ ഓതിയിട്ടുണ്ടെങ്കിൽ ഹാക്കിമിനെ സംബന്ധിച്ച് ഇമാം സുയൂത്തിയും ഇമാം നവവിയും ഒക്കെ എന്താണ് തസ്ഹീഹിന്റെ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്നൊന്ന് പരിശോധിച്ചാൽ നന്നാകും. ഇമാം ഹാക്കിം സഹീഹാണെന്ന് പറഞ്ഞ ഒരു ഹദീസിനെ മുഹദ്ദിസുകൾ ആരും ഒറ്റയടിക്കത് സ്വീകരിച്ചിട്ടില്ല. അദ്ദേഹം മുത്തസാഹിലാണ്. അതാണ് വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഇനി ഇത് മൗദൂ ആണെന്ന് പറഞ്ഞ് ഇബ്നുൽ ജൗസി മാത്രമല്ല, ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇറാഖി അദ്ദേഹത്തിന്റെ ഇഹ്യാഉന്റെ തഖ്രീജിൽ വിശദീകരിച്ചിട്ടുണ്ട്. ദാറഖുത്നി വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമാം അൽ അസ്ദി റഹ്മഹുല്ലാ അദ്ദേഹം പറഞ്ഞു ഈ ഹദീസിന്റെ സനദിൽ അയ്യൂബ് ബിൻ മുദറക് എന്ന് പറയുന്ന വ്യക്തിയുണ്ട്, അയാൾ കെട്ടിയുണ്ടാക്കിയ ഹദീസാണിത്. അതാണ് ഹദീസ് മൗദൂ ആകാനുള്ള കാരണം. അതല്ലാതെ ഞങ്ങൾ മുജാഹിദുകൾ ഒരു ഹദീസ് കിട്ടിയത് മൗദൂ ആക്കിയതല്ല. അയ്യൂബ് ബിൻ മുദറക് എന്ന് പറയുന്ന റാവി ആ ഹദീസിലുള്ളത് കൊണ്ട് അയാൾ കെട്ടിയുണ്ടാക്കിയതാണ് ഈ ഹദീസ് എന്നാണ് ഇമാം അസ്ദി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഇനിയും ആ തൊപ്പിന്നിങ്ങനെ തൂങ്ങി നിൽക്കേണ്ട തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ആളുകൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. അത് ആളുകളിലേക്ക് എത്തുന്നത് ഭയം കൊണ്ടാണോ എന്നറിയില്ല. അതിനെങ്ങനെ പിടിച്ചധികം ഇനി വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇസ്തിഗാസയുമായും തവസ്സുലുമായും അതുപോലെ തന്നെ നബിദിനവുമായും ബന്ധപ്പെട്ടും ആണ്ട് നേർച്ചയും അതുപോലെ തന്നെ മുഹറം മാസം ഇത് ഒരുപാട് വിഷയങ്ങൾ നമ്മൾ പ്രധാനമായും തർക്കത്തിലുള്ള വിഷയങ്ങളുണ്ട്. ആ വിഷയമാണ് ഇവിടെ പ്രധാനമായും ചർച്ചയ്ക്ക് വരേണ്ടത്. ബഹുമാനനായ മുസാ സലാഹി വിഷയാവതരണത്തിലും ആ കാര്യം തന്നെയാണ് സൂചിപ്പിച്ചത്. ഇനി എന്റെ സഹോദരൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ഹദീസ് യുറ അന്നഹു കദീബ്, അത് കളവാണെന്ന് കാണപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഹദീസ് ഒരു മനുഷ്യൻ പറഞ്ഞാൽ ഫഹു അഹദുൽ കാദിബൈൻ, അവ രണ്ട് കള്ളന്മാരിൽ ഒരുത്തനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പ്രവാചകന്റെ പേരിൽ കളവാണെന്ന് ആരോപിക്കപ്പെടുന്ന ഹദീസ് അത് റസൂലുള്ളാഹിന്റെ പേരിൽ കെട്ടിയുണ്ടാക്കി വീണ്ടും പറഞ്ഞാൽ അവൻ രണ്ട് കള്ളന്മാരിൽ ഒരു കള്ളനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മുസ്ലിമിന്റെ മുഖദ്ദമയിലെ ഹദീസ് കാണാം. അത് ഒന്നാമത്തത് അത് കെട്ടിയുണ്ടാക്കിയവനാണ്, രണ്ടാമത്തത് കെട്ടിയുണ്ടാക്കി എന്നറിഞ്ഞിട്ടും അത് വീണ്ടും ആളിലേക്ക് പറഞ്ഞു കൊടുക്കുന്നവനാണ്. ഗൗരവമുള്ള വിഷയമാണെന്ന് സുഹൃത്തിനെ ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള വിഷയങ്ങൾ നമുക്ക് സമാധാനപരം